ഹലോ ഗൈസ്, ഒന്ന് മൂന്നാർ വരെ പോയി വന്നാലോ? അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് മൂന്നാർ പോകുന്നത്. ബസ് കയറിയപ്പോൾ തന്നെ നമ്മൾ പാട്ടും ഡാൻസൊക്കെ വെച്ച് അങ്ങ് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ മൂന്നാർ എത്തി. അവിടെ സ്റ്റേ ചെയ്ത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാറിലെ വ്യൂ പോയിന്റ് കണ്ടു ഗൈസ്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല വൈബും ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് 100 രൂപയ്ക്ക് ഒരു കണ്ണട വാങ്ങി. അതിൻ്റെ ഷോ ആണ് ഈ കാണുന്നത്. ഞാൻ ഇവളും സെയിം കണ്ണടയാണ് വാങ്ങിയത്. ഇത്രയും ബഹുമാനമുള്ള ഒരു കുരങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നെ കണ്ടപ്പോൾ തന്നെ ആ കുരങ്ങ് എണീച്ചു ഗൈസ്. സെൽഫി എടുക്കാൻ ആരുമില്ലാത്ത വിഷമത്തിൽ പട്ടിയുടെ കൂടെ സെൽഫി എടുക്കുകയാണ് ഗൈസ്. എന്തൊക്കെ ആചാരങ്ങളാണ്. പിന്നെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല തണുത്ത കാറ്റും മലയും കുന്നും കുറേ വീടുകളും നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി. ഡാമിൻ്റെ പരിസരമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഒരു സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് ഒരു വേസ്റ്റ് ഒന്നും കണ്ടില്ല. അങ്ങനെ ആ പൈൽമരങ്ങൾ കൂടെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കറങ്ങിയായിരുന്നു. അപ്പം ഞാൻ അങ്ങ് കറങ്ങി ഗൈസ്. അങ്ങനെ കറങ്ങിയപ്പോൾ എനിക്ക് തല കറങ്ങി. അങ്ങനെ തല കറങ്ങിയപ്പോൾ ഞാൻ ഫോൺ താഴ്ത്തി അങ്ങോട്ട് വെച്ചു. പിന്നെ ഞാൻ ആ ഫോണും പൊക്കി പിടിച്ച് നടക്കാൻ തുടങ്ങി ഗൈസ്. ഇപ്പോൾ തല കറങ്ങിയ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ ആരൊക്കെ വോട്ട് പോകുന്നത് നോക്കി കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലവർ സ്റ്റേഷനിലേക്ക് പോയി ഗൈസ്. ഫ്ലവർ സ്റ്റേഷനിൽ പോയപ്പോൾ കുറച്ച് നേരം വെള്ളം ഡാൻസ് കളിക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ ഗാർഡൻ കാണാൻ വേണ്ടി പോയി. കുങ്കിൻ്റെ സ്റ്റൈലിൽ വോക്ക് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അങ്ങനെ തിരിച്ച് നമ്മൾ ബസ് കയറി. നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ ജന്മദിനമായിരുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.